എങ്ങനെയാണ് ഈ അഷ്കറിനെ പരിചയം? അഷ്കറിനെ പരിചയം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. 2 മാസം കൊണ്ട് അവനെ നല്ലപോലെ അറിയാം. അവൻ ആദ്യമേ കൊച്ചിനെ നല്ലപോലെ കാരണം രണ്ടാം അച്ഛനായതുകൊണ്ട് ആ കൊച്ചിനെ ഇഷ്ടമല്ല. രണ്ടാം അച്ഛനായതുകൊണ്ട് തന്നെ ആ കൊച്ചിനെ ഇഷ്ടമൊന്നും അല്ലാതിരുന്ന് പിന്നെ കുറേ രീതിയിലാണ് ഉപദ്രവിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 2 കൈ ഒടിഞ്ഞിരുന്നിട്ട് ആ കൊച്ചിനെ ആ തേരുണ്ടല്ലോ, ആ തേരിയ കൊച്ചിനെ നടന്നു കയറി വന്നിട്ടുണ്ട്. അതേപോലെ ആ കൊച്ചിനെ സൺഷെയ്ഡ്, അതായത് വീടിൻ്റെ ടെറസിൻ്റെ തൊട്ട് താഴെയുള്ള സൺഷെയ്ഡിൽ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ട്. അതായത് ആ കൊച്ച് അവിടെ ഇരുന്ന് കരയണത് എൻ്റെ വീട്ടിൽ ട്യൂഷന് വന്ന കൊച്ചു പിള്ളേർ കണ്ട്, ട്യൂഷൻ വന്ന കൊച്ചു പിള്ളേർ കണ്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചതും വിളിച്ച് പറഞ്ഞവനെ വാണിംഗ് പോലെ കൊടുത്ത് നിനക്ക് നോക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നീ കൊണ്ട് അമ്മ തൊട്ടിലാക്കിയോ, ഒരു പ്രശ്നമില്ല, നീ കൊണ്ട് ആക്കി എന്തെന്ന് വെച്ചാൽ ചെയ്തോ. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ച് എൻ്റെ 2 കൈ ഒടിഞ്ഞ കൊച്ച് ആ തേര് കയറി നടന്നു വന്നു. ആലോചിച്ച് നോക്കിയാൽ മതി. ആ തേര് കയറി നടന്നു വന്നിട്ട് അതിനെപ്പറ്റി കുറേ സംസാരിച്ചപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞാൽ കൊച്ചിനെ കാണാനില്ലെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ കാലിൻ്റെ അടി പൊള്ളിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ പറയാണ് കനലും ഉണ്ടാണെന്ന്. അഖിലെ പുറത്ത് കാണാറുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകണമല്ലാതെ ഇതുവരെ അവിടെ താമസിക്കണതും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ബാക്കി അയൽവക്കക്കാരുമായിട്ട് ഇടപെടുകയും നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ആ കൊച്ച് കയറി വന്ന് അതായത് ആ വഴിയിരിക്കുന്ന വീട്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടും തൊട്ടടുത്തിരിക്കുന്ന വീട് എൻ്റെയും വേറെ മാമിനെയാണ്. ഈ 2 വീട്ടിലും ആ കൊച്ച് ഇടയ്ക്കിടയിൽ ചെന്ന് കയറാറുണ്ട്. കാരണം ഒറ്റയ്ക്കാണ്. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൊച്ച് വെളിയിൽ ഇറങ്ങിയാൽ പോലും അറിയുന്നുള്ളൂ. ഇതൊന്നും അറിയുന്നില്ല, ഒന്നും ചെയ്യില്ല. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്നലെ രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 1 മണിക്കൂർ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോയിൽ കയറി അവൻ തിരിച്ച് വീട്ടിൽ പോയത്, അങ്ങ് പോയത്. വന്നിരുന്നു ഇവിടെ? ഉണ്ടായിരുന്നു. മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിൽ? ഈ സഹോദരിയും ഉമ്മയും ഒക്കെ ഈ അഷ്കർ ഉണ്ടായിരുന്നു. അവരെല്ലാ ഫാമിലിയോടെ എല്ലാവരും ഉണ്ടായിരുന്നു. 2 പിള്ളേരും എല്ലാവരും കൂടെ ആയിരുന്നു. രാവിലെ ഒരുമിച്ചാണ് ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോകണമെന്ന് പോയത്. മരണം സംഭവിക്കുന്ന ദിവസം അന്ന് പുലർച്ചെയോ പകൽ സമയമോ കുഞ്ഞിനെ കൊണ്ടിരുന്നോ? പകൽ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു. കാരണം രാവിലെ 11 മണിക്കാണ് ആ കൊച്ചുങ്ങൾ ട്യൂഷൻ വന്നുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ. അന്ന് രാവിലെ 7 മണിക്കാണ് വന്നത്. വന്നിട്ട് 9-10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് അങ്ങ് പോയി. എന്തോ പർച്ചേസിംഗ് എന്നും പറഞ്ഞ് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സിറ്റിയിൽ പോയി. 2 മണിയായപ്പോഴത്തേക്കും ആ മരിച്ച അങ്ങേരെ ചേട്ടൻ വന്നു. 2:20 ആയപ്പോഴത്തേക്കും തിരിച്ചു പോയ സ്പോട്ടിൽ തന്നെ ആംബുലൻസ് വന്നു. ആ പുള്ളിയാണ് ഓടിച്ചോണം. ആംബുലൻസ് വന്നിട്ട് കൊച്ചിനെ കയറ്റിക്കൊണ്ടങ്ങ് പോവുകയാണ് ചെയ്തത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടതുമില്ല കുഞ്ഞിനെ? അവിടെ ആംബുലൻസ് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നു. സാധാരണ കുഞ്ഞിന്റെ കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളമോ വീട്ടിൽ നിന്ന് കേൾക്കാം? സാധാരണ രീതിയിൽ ഒന്നും കേൾക്കൂലെന്ന് വെച്ചാൽ ഒരു കരച്ചിൽ പോലും കേൾക്കൂല. പക്ഷേ നമുക്കറിയാം ദ്രോഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ലപോലെ അറിയാന്നുള്ള കേസായിരുന്നു. നല്ലപോലെ അറിയാമായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ട് അറിയാന്നുള്ള നമ്മുടെ ചുറ്റുപാടുള്ള അറിയാന്നുള്ളവരുടെ എല്ലാവരുടെയും ഈ കേസ് നമ്മൾ പറയുകയും ചെയ്തതാണ്. മറ്റു കുടുംബാംഗങ്ങൾ അഷ്കറിന്റെ സഹോദരിയോ ഉമ്മയോ നാട്ടുകാരുമായിട്ട് സഹകരിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു? ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ആ വീടിൻ്റെ താഴെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സഹകരണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു ആദ്യമേ. ഗൗതം, ഇത്തരത്തിൽ തന്നെയാണ് സമീപത്ത് താമസിക്കുന്ന ഒരു യുവാവാണ് നമ്മളോട് പ്രതികരിച്ചതെന്നുള്ളതാണ്. നിരന്തരം ഈ ഒരു കുഞ്ഞ് ആക്രമണത്തിന് അല്ലെങ്കിൽ ഉപദ്രവത്തിന് വിധേയനായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വീടിൻ്റെ സൺസൈഡിൽ അടക്കം കുഞ്ഞിനെ ഇരുത്തി അലക്ഷ്യത്തോടു കൂടി കുഞ്ഞിനെ നോക്കുന്നതും സുരക്ഷിതമല്ലാത്ത രീതിയിൽ കുഞ്ഞിനെ ആരോഗ്യപരമായി അല്ലെങ്കിൽ കുഞ്ഞിന് ദോഷമുണ്ടാകുന്ന തരത്തിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് അഷ്കർ എന്നാണ് അയൽവാസികൾ നിരന്തരം ഇക്കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രദേശവാസികൾ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുന്നുണ്ടെന്നാണ്. കുഞ്ഞിനെ അറിയാവുന്നവർ കുഞ്ഞിന് സംഭവിച്ച ഒരു വേറുപാടിൽ ദുഃഖം ഉള്ള നാട്ടുകാർ കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ അഷ്കറിനെയും കുടുംബത്തെയും ഒക്കെ എത്ര നാളെ ഇവിടെ താമസിക്കാൻ തുടങ്ങി? ഇവിടെ ഇപ്പോൾ ഒരു 5 മാസമായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. പുറത്തൊന്നും ആരുമായിട്ട് ഒരു സഹകരണം ഇല്ലാത്തൊരു കുടുംബമാണ്. അതുപോലെ ഒറ്റപ്പെട്ടൊരു വീടുമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് 2 കൈയും പരിക്കുമായിട്ടുള്ള ഫോട്ടോയൊക്കെ കണ്ടപ്പോഴാണ് നമ്മളും ഇത് ശ്രദ്ധിക്കുന്നത്. കുഞ്ഞ് പുറത്തേക്ക് വരുമായിരുന്നോ? ഇല്ല, ഇപ്പോൾ ഫോട്ടോകൾ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ആരുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു അവർക്ക്. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. ഇവൻ രാവിലെ തന്നെ പോകും. അപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതുള്ള ഒരു ജീവിതമായിരുന്നു. അതായിരിക്കാം എനിക്ക് ഈ ഒഴിഞ്ഞ് വീടെടുത്തത്. ഇപ്പോൾ 2 മാസമായുള്ളൂ ഈ കുട്ടിയുമായിട്ട് ഇവിടെ താമസത്തിനായിട്ട് വന്നിട്ട്. അതിന് മുമ്പ് അവൻ്റെ ഉമ്മയും സഹോദരിയാണ് ഉണ്ടായിരുന്നത്. അവരും ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്നിട്ട് പിന്നെ പോലീസ് വരുന്നതിന് മുമ്പ് വീടെല്ലാം ക്ലീൻ ചെയ്തു. വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ കത്തിച്ച് കളഞ്ഞു. പിന്നെ ഒരു ലെറ്റർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് കത്തിച്ച് കളഞ്ഞിരുന്നു. അതിൻ്റെ അവശിഷ്ടം വാർഡ് മെമ്പറുടെ കയ്യിലുണ്ട്. അത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്നാണ് ഈ ഒരു വീട് വൃത്തിയാക്കിയതും ഈ രേഖ? ഇന്നലെ ഈ കുഞ്ഞ് മരിച്ചെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവരെല്ലാം കുടുംബത്തോട് വന്ന് വീടെല്ലാം വൃത്തിയാക്കിയിട്ട് പോയത്. തെളിവ് നശിപ്പിക്കാനായിട്ടാണ് അത് ശ്രമം നടത്തിയെന്നുള്ളതാണ്. ഈ ഒരു നാട്ടുകാരിലടക്കം ചിലർ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം കഴിഞ്ഞ് ഈ തെളിവ് നശിപ്പിക്കുന്നതിലടക്കം കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ ഗൂഢാലോചന ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട്. അഷ്കർ മാത്രമാണോ ഇതിന് പിന്നിൽ? മറ്റുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്.